അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സ്വഹാബത്ത് പറയുന്ന ഒരു വചനമുണ്ട്. കാന അജ്വദന്നാസി, അല്ലാഹുവിൻ്റെ ദൂതർ മനുഷ്യരിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ഫകാന കമിസ്ലി ദീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ പ്രവാചകൻ ധർമ്മത്തിൻ്റെ വിഷയത്തിൽ ശക്തനായിരുന്നു. ഒരു വല്ലാത്ത ഉദാഹരണമാണ്. കാറ്റ് നമുക്കറിയാം എവിടെ നിന്ന് വരുന്നു, വേർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം, ആൻഡ് വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം, ആൻഡ് വേർ ഇറ്റ് ഈസ് ഗോയിങ് ടു. എവിടെ നിന്ന് വരുന്നു, എപ്പോൾ വരുന്നു, എങ്ങോട്ട് പോകുന്നു, ആർക്കും അറിയില്ല. മഹാനായ പ്രവാചകൻ ഇതുപോലെയായിരുന്നു. എപ്പോഴും സ്വതത്ത, എപ്പോഴും അവിടെ നിന്ന് ദാനം ചെയ്തിരുന്നു. കാറ്റ് ആരും ഇതുവരെ കാറ്റിനെ കണ്ടിട്ടില്ല. പരമരഹസ്യമായി പ്രവാചകൻ ദാനം ചെയ്യുമായിരുന്നു. കാറ്റിന് വിവേചനമില്ല, പക്ഷഭേദമില്ല. മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും മനുഷ്യർക്കും അവ പ്രയോജനപ്പെടുന്നു. പ്രവാചകനും അങ്ങനെ തന്നെയായിരുന്നു. സഹോദരങ്ങളെ, വിശദീകരിച്ചാൽ ഒരുപാട് പറയാറുണ്ട്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മുസ്ലിം സമുദായം പ്രവാചകന്റെ ആ ചര്യ, ആ ജീവിതം മുറുകെ പിടിച്ചു. അതിൻ്റെ നമ്മുടെ ഈ സമീപകാലത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വള്ളക്കടവ് പ്രവാസി സൗഹൃദ കൂട്ടായ്മ. അവർ എത്ര വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും, സമൂഹത്തിലെ എല്ലാവരെയും അവർ കണക്കിലെടുക്കുന്നു. അറിഞ്ഞ് അറിയാതെ പരമരഹസ്യമായി എത്രയോ ദാനധർമ്മങ്ങൾ അവർ എത്തിക്കുന്നു. അവർക്കറിഞ്ഞു സ്വതക്കയുടെ മഹത്വം അത് ഉൾക്കൊണ്ട് സ്വന്തം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം, അതിൻ്റെ ഒരു ഓഹരി സാധുക്കൾക്ക്, അർഹർക്ക്, വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മയെ നമ്മൾ എന്ത് വാക്ക് പറഞ്ഞാലാണ് മതിയാവുക? സർവശക്തനായ അല്ലാഹു അല്ലാതെ ഇതിന് പ്രതിഫലം നൽകാൻ മറ്റാരുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സംഘത്തിൻ്റെ കൂട്ടായ്മയുടെ എല്ലാ പ്രവൃത്തികളും, പ്രത്യേകിച്ച് കഴിഞ്ഞ 12 വർഷങ്ങളായി നിരന്തരം കാറ്റ് വീശുന്നത് പോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും സമൂഹത്തിന് വേണ്ടി ഒരുപാട് ചെയ്യുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുകയും കരുണാമയനായ തമ്പുരാനോട് ഞാൻ കാര്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതോടൊപ്പം വള്ളക്കടവ് ഇമാം എന്ന നിലയിൽ ഒരു ചെറിയ ആഗ്രഹം കൂടി ഞാൻ ഈ കൂട്ടായ്മയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ ജമാഅത്ത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഒരു വലിയ ചാർജ് ഭീമമായ ഒരു ചാർജ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹം, നമ്മുടെ ജമാഅത്തിൽ നമ്മുടെ ആ വലിയ കോമ്പൗണ്ട്, മക്ബറ അടക്കം, ഗ്രൗണ്ട് അടക്കം സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് നല്ല ഇരുട്ടത്ത് തെളിഞ്ഞു നിൽക്കുന്ന, മുനിഞ്ഞു കത്തുന്ന ദീപങ്ങൾ ആ എമ്പാടും പ്രകാശിച്ച്, എന്നാൽ പള്ളിക്കൊരു ഭീമമായ സർചാർജ് വരുത്താതെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു എളിയ നിർദ്ദേശം. ഈ പ്രിയപ്പെട്ട കൂട്ടായ്മയോട് ഞാൻ സമർപ്പിക്കുന്നത്, സൗരോർജ പദ്ധതി നമ്മുടെ ജമാഅത്ത് പരിസരത്ത് നടപ്പാക്കാനായി നിങ്ങൾ മുൻകൈ എടുക്കുക. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും. നിഷ്പ്രയാസം നമുക്ക് സാധിക്കാനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടി വെച്ച് നിങ്ങൾ നൽകുന്ന വെളിച്ചം നാളെയും ഇന്നും മരണപ്പെട്ട എല്ലാവരുടെയും ഖബറിൽ അല്ലാഹു എത്തിക്കും. കാരണം ഇത് പള്ളിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു എളിയ നിർദ്ദേശം കൂടി ഈ പ്രവാസി കൂട്ടായ്മയുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും ദീർഘായുസ്സും നേരുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.